പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. ഈ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മണിയുടെ മീഡിയ സിറ്റിയിലെ ടോൾക്കെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. ടോൾക്കയുടെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചായിരിക്കും ഈ പരിപാടി തുടർന്നും സംപ്രേഷണം ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 6 മുതൽ 9 മണി വരെ ആയിരിക്കും അവതാര പുലികളുടെ സംപ്രേഷണം. അനുജ, ഇന്നിപ്പോഴേ തിരുവനന്തപുരത്ത് പോയ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അനൂജ രാജേഷിനെ ഈ കമന്ററിയൊക്കെ പറയാൻ പൊങ്കാലയിടാൻ അയക്കാതെ? എന്താണ് അനൂജ പോകാൻ? അതുകൊണ്ടാണോ അനുജയ്ക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ വലിയൊരു, എനിക്ക് ഒന്നാമത് ഇത്തരം ഇതുമായിട്ട് അത്ര ബന്ധമില്ല സർ. ഞാൻ ഇതുവരെ ഇടാൻ പോയിട്ടുമില്ല. ഇല്ല, പൊങ്കാല ഇട്ടിട്ടില്ല ഇതുവരെ. അയ്യോ, അതൊരു അപകടമായിപ്പോല്ലോ. ഞാൻ വിചാരിച്ചു അനൂജ വർഷങ്ങളായിട്ട് പൊങ്കാല ഇട്ട് അനുഭവ സമ്പത്തുള്ള ഒരാളായിരുന്നു. ഓഫീസിൽ ഞങ്ങളെയൊക്കെ മേലെ ഇടാറുണ്ട്. അത് നിങ്ങൾ അത് അർഹിക്കുന്നു, അതുകൊണ്ടാണ് അല്ലേ അനൂജ? ഞാനൊന്നും പറയാറേ ഇല്ല. ഇവർ യഥാർത്ഥത്തിലെ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോഴെല്ലാം അനുജയുടെ പൊങ്കാലയെ കുറിച്ച് ഒരു ഓർമ്മിക്കാൻ കാര്യം എന്താണ്? അത് എനിക്കറിയില്ല സാർ, അവരോട് തന്നെ ചോദിക്കും. വിജയകുമാർ എന്താണ്? ഒരു ജോക്കിൽ പറഞ്ഞാണ്, ജോക്കിനാണെങ്കിൽ വിട്ടുകളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാം ആലോചിക്കും, അനുജ 4 മണിയുടെയൊക്കെ ചർച്ചയൊക്കെ ഒത്തിരി കാലം ചെയ്ത ആളാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെ തിരക്കുകളും അലച്ചിലുകളൊക്കെ കൊണ്ട് പലപ്പോഴും നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ സമയം കിട്ടാതെ പോകും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്? അത് വലിയ പാടാണ് സാർ. ആ ചോദ്യം ചോദിച്ചത് നന്നായി. കാരണം ഇപ്പൊ പലപ്പോഴും ഞാനിപ്പോ കുറേ വർഷമായിട്ട് അപ്പൊ പല ഫേസിൽ, അതായത് ഇതിനു മുൻപ് ഞാൻ തുടങ്ങുന്ന സമയത്ത് മാരീഡ് അല്ല, അതിനുശേഷം ഒരു ഘട്ടം എത്തുമ്പോഴാണ് കല്യാണം കഴിയുന്നു, കുഞ്ഞുണ്ടാവുന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. ഭക്ഷണം ഉണ്ടാക്കും. ജോലിക്കാരി ഇല്ല. ജോലിക്കാരിക്ക് കുറച്ചു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവര് ഓടിച്ചതല്ല, കുറച്ചു കാലം എൻ്റെ കൂടെ താമസിച്ചിരുന്നു. പിന്നീട് അവർ സുഖമില്ലാതെ പോവുകയാണ് ചെയ്തത്. അപ്പൊ 24 മണിക്കൂർ വീട്ടിലുള്ള ഒരു ജോലിക്കാരി നല്ല ഐഡിയ ആണോ അത്? അത്ര അല്ല സർ. കാരണം നമ്മൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി. അപ്പൊ അതിലും ഭേദം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും അതാണ് നല്ലത്. പിന്നെ സാർ ചോദിച്ച ചോദ്യം വലിയ പാടാണ് സാർ. ഇപ്പം നാളെ ഉച്ചയ്ക്ക് ഞാൻ എന്തുണ്ടാക്കണം, ഭക്ഷണം, ഇത് പലപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും. അപ്പൊ ഞാൻ ഈ അവിയൽ, സാമ്പാർ, ഇങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തു വിടുക. പ്രഥമ പരിഗണനയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അത്ര അങ്ങനെ കുക്കിംഗ്, അദ്ദേഹത്തിനോ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും. അതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടുപേരും എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി തരും. സപ്പോർട്ടീവാണ്, വളരെ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഈ തരത്തിലേക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകും. ഇപ്പൊ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇദ്ദേഹം വരുന്നുണ്ട്, നമ്മുടെ മാസ്റ്റർ ഷെഫ് പിള്ള. അതുപോലെ അവിടെ ഷെഫ് അനുജയും കൂടെ ഒരു ദിവസം കയറ്റാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുക്ക് ചെയ്യും. ഞാനത് എന്റെ സെൽഫ് പുകഴ്ത്തലല്ല, പക്ഷെ എനിക്കൊരു ആത്മവിശ്വാസം, കൂടുതലും പച്ചക്കറിയാണ്, നോൺ വെജ് കുറവാണ് വീട്ടിൽ. എല്ലാ ദിവസവും കൊണ്ടുവരുന്ന സാറ് കാണുന്നുണ്ടായിരിക്കും. അല്ല, അപ്പൊ സാറ് ചോദിച്ചത്, അതായത് നമ്മൾ ഈ അതിനിടയിൽ ഈ ഇതെല്ലാം കൂടി ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ ഈ ന്യൂസിലേക്ക് മാത്രമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് എനിക്ക് എഴുന്നേറ്റ് പോയി ഓഫീസിലേക്ക് തിരിച്ചു വീട്, അത് മാത്രമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ്. ഒരു തരത്തിലും ഞാൻ അതിൽ ഒരു കുറവ് വരുത്താറില്ല, ഒരു ഉഡായിപ്പും കാണിക്കാറില്ല. ഈ അതിന്റെ നമ്മളെ ഉഡായിപ്പ് എന്തോ കാണിക്കുന്നവരാരോ ഇതിന്റെ ഇടയിലുണ്ട്, അവരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ ആഷ്മിയെ കുറിച്ചാണോ? ആഷ്മി ഉഡായിപ്പ് വീരനാണോ? അല്ല. അപ്പൊ ആഷ്മിയുടെ ഒരു പൊതുവെ ഒരു സ്വഭാവം എങ്ങനെയാ? ആഷ്മിക്ക് കിട്ടുന്ന ഒരു സ്ക്രീൻ ഇമേജ്, ആഷ്മി പ്രത്യേകിച്ചും ഈ എൻകൗണ്ടറിന്റെ നിശ്ചിതമായ നിലപാടുകൾ കൂട്ടാൻ തുടങ്ങിയതോടെ ആഷ്മി ഒരു പരാക്രമിയാണെന്നുള്ളൊരു, പക്ഷേ പരാക്രമം നമ്മുടെ ജോലിക്കകത്ത് കുറച്ച് അത് പെണ്ണുങ്ങളോടല്ല, പി പിയുടെ കാര്യം. പി പി ഉക്രയിലെങ്ങനെ പോകും, ഇവിടെ നിൽക്കാൻ പറ്റിയ ആളല്ല. ജോലിക്കകത്ത് നമ്മൾ കുറച്ച് പരാക്രമിയാണ്. നമ്മുടെ ജോലി 100% വൃത്തിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ ചൂടാവാതെ ദേഷ്യപ്പെടാറുണ്ട്. അല്ല, ആഷ്മിക്ക് ഇപ്പം അനുജ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണെന്ന്. ഈ കൃത്യമായിട്ട് ചെയ്യാത്ത ഒരാളാണോ ആഷ്മി? ഉറപ്പായി ഒരു അലമ്പ് മുഖത്തുണ്ട്. ഒരു കാര്യം ചെയ്യാത്ത അതൊരു അയോഗ്യതയായിട്ട് ഞാൻ കാണുന്നില്ല. പേടിയെന്നല്ല, എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കേൾക്കാറുണ്ട്, ഭാര്യ കേൾക്കാറുണ്ട്. ഓക്കെ, മാത്രമല്ല ഈ പല ആളുകളും ഉണ്ടല്ലോ, ഈ ഭാര്യയെ പേടിയാണ്, BP ആണോ എന്നൊക്കെ ഇങ്ങനെ കളിയൊക്കെ ചോദിക്കുന്നവരുണ്ട്.
ആ ചോദിക്കുന്നവനായിരിക്കും വീട്ടിൽ അടിമയായിട്ട് ആ, ജീവിക്കുന്നത്. മുട്ട് മുട്ട് പറഞ്ഞ് നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്ത് അങ്ങനെയാണ് കാര്യം. എന്റെ ഭാര്യ വിളിക്കും. കാരണം അവന്റെ അനുഭവ സാക്ഷ്യമായിരിക്കും അത്. കാര്യം ഭാര്യ അമർത്തി ഒന്ന് മൂളിയാ മതി, പുള്ളി ചാടി അകത്ത് വീഴും. എന്റെ ഭാര്യ ഒരു വളരെ പാവമാണ്, അവരെ കുറിച്ച് അങ്ങനെ പറയണ്ട. റീജിത്ത് വിദൂരതയിൽ കണ്ണുറപ്പിച്ച് നിൽക്കും, പിന്നെയും കണ്ണുറപ്പിക്കുന്നു.